അല്ലാഹുവിനോട് സ്വർഗ്ഗത്തിന് വേണ്ടി തേടാൻ, അല്ലാഹുവിനോട് സ്വർഗ്ഗത്തിന് വേണ്ടി ദുആ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൻ സഅലല്ലാഹ അൽ ജന്നത ഫിൽ യൗമി സലാസ മർറാത്ത്, ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ 3 തവണ സ്വർഗ്ഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു അല്ലാഹ്. ഇങ്ങനെ 3 തവണ ദുആ ചെയ്താൽ ഖാലത്തിൽ ജന്നത്തു, സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഇന്നത്തെ പകലിൽ അല്ലെങ്കിൽ രാത്രിയിൽ നിന്നോട് സ്വർഗ്ഗത്തിന് വേണ്ടി ദുആ ചെയ്ത ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് എന്ന് സ്വർഗ്ഗം നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 3 തവണ ഒരു ദിവസം നാം സ്വർഗ്ഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ സ്വർഗ്ഗം പോലും നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുമെന്നാണ്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദുആഇന്റെ കാര്യത്തിൽ മടി കാണിക്കല്ലേ. ഇമാം ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം, കൂട്ടമായി സദസ്സുകളിൽ ദുആ ചെയ്യണം, ആമീൻ പറയണം. ഒറ്റക്കിരുന്നിട്ട് കണ്ണ് നിറഞ്ഞ് കൽബറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിക്കാൻ ഈ പരിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് എത്ര ദിവസമാണ് നമ്മൾ ആരൊക്കെയാണ് സ്വർഗ്ഗത്തെ ചോദിച്ചത് എന്ന് ചിന്തിക്കുക. എല്ലാവരും ഈ റമളാനിൽ സുബ്ഹിയുടെ മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നവരല്ലേ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പ്രത്യേകമായ ഒരു കാര്യമല്ലേ അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നിട്ട് റബ്ബിനോട് പാപമോചനം തേടുക എന്നത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന ആളുകളാരെന്നറിയുമോ? വബിൽ അസ്ഹാരി, അത്താഴ സമയത്ത് ഹും യസ്തഗ്ഫിറൂൻ.